a tidal wave. Now I'm underwater, swimming through the trees. I'm wishing we could hide away where time is frozen. When you look at me, I feel like I can fly. It's all speeding by. In a whirlwind, yeah, but this moment I won't forget. You stepped into my universe, now you're in the middle, pulling me off my feet. Your smile and it calms the storm, now clear as crystal. I got everything I need. I feel like I can fly. It's all speeding by. In a whirlwind, yeah, but this moment I won't forget. പരിശുദ്ധാത്മാവിന്റെ സ്തുതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകരുന്ന കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു.
home away from home. Home away from home. Home away from home. Home away from home. Some days I wonder if the sun will shine. Some days I pray for just a ray of light. Come take my hand and tell me you'll stay by my side. Some days I feel like I'm against the wall. Some days I feel I'm barely holding on. All will be well as long as you stay by my side. Help me take this weight off my shoulders. Always run my way when I call you. You're the anchor I'm holding tight onto. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും പൂർണ്ണതയിലേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്നേഹിതാവായ ദൈവമേ, വിവാഹബന്ധത്തിനായി ഹൃദയൈക്യത ജീവിക്കുവാനും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി കുടുംബത്തിന് രൂപം നൽകുവാനും സഹായിക്കണേ. സകലരെയും നാഥ നീക്കും. എന്റെ പിതൃ സ്വദേശികൾക്കുക എന്റെ ജനത്തെയും വിഗ്രഹത്തെയും നീ മരണങ്ങളെയും എന്റെ രക്ഷകന്റെ മണവാട്ടിയെ സഭയിൽ സന്തോഷിക്കുക. ഇതിനായ ദൈവം സ്നേഹം മൂലം നിന്നെ എന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ആന്തരികമാകുന്നു, അവരുടെ വേദനയും തോന്നുന്നതാകുന്നു. കാഴ്ചകരമായ ആസാദനങ്ങൾ സന്ദർശിക്കും. തോഴികളായ ലളിതമായി നമ്മളെ നിർമ്മിക്കും. അവർ ഉല്ലാസപരരായി രാജവട്ടത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവരുടെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തെ സമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശിച്ചിട്ടും സൈത്യമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സയ്യോനിൽ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രക്ഷകന്റെ മണവാട്ടിയെ സഭയെ സന്തോഷിക്കുക. ഇതിനായ ദൈവം സ്നേഹം മൂലം നിന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനത്തോടുകൂടെ നിങ്ങളുടെ നാവായ ദൈവങ്ങൾ നൽകിയിട്ടുള്ളത് കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാണ് സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ കുടിച്ചോട് നിൽക്കുന്ന സഭയിൽ നിങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. സകലതയും നാദവും സൃഷ്ടാവുമാകും പരിശുദ്ധമായ സർവീശ്വരൻ. ഞാൻ ലോകത്തിലെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം നൽകിയിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമി. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥായ ദൈവം. ശബ്ദമുയർത്തി പാടിടുവിൻ, പാടിടുവിൻ. എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആദ്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. സഹായകവും ദൈവികമായ വചനങ്ങളുടെ മധ്യസ്ഥ
ഇവിടെ ആത്മശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും സഹനവും രക്ഷയും ഉൽപ്പന്നമണിയുന്നത് നിരന്തരം ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നതിന് മണിമാനദാനം അനുഗ്രഹദാനം ഞങ്ങളെ സഹായിക്കണമേ. നാം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരൻ വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ 1-3-1-7 വാക്യങ്ങൾ ഗുരുവാശീർവദിച്ചാലും ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകളല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആഗ്രഹപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാക്കുക. ഭാഗ്യമോടുകളായ പിരിയോ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിരിയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസരണമറ്റ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും എവിടെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാവും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളോട് ഭാര്യമാരോട് ജീവിക്കും. സ്ത്രീ ബലഹീനം മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യാകും അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് സദാവുന്ന പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. പരിശുദ്ധ സുവിശേഷം പരിചയം വന്ന് ഈശോ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ വീക്ഷിക്കുന്നത് മനസ്സമാണ്. ഈശോ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങൾ കൽപ്പിച്ചത് എന്ന് പറഞ്ഞു. ഉപേക്ഷാപത്രം കൊടുത്ത് ഉപേക്ഷിക്കുവാൻ മോശ അനുവദിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഞാൻ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാലത്ത് പുരുഷൻ ആമനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും തീരും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒരു ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ ബന്ധപ്പെടാതിരിക്കട്ടെ. സ്നേഹധാരയുടെ കാര്യം വിവാഹത്തിലൂടെ കുടുംബമായി തീർന്ന് ആഗ്രഹിച്ചിരുന്ന സുശീല ഇവരുടെ സ്നേഹധാരൻ മാതാപിതാക്കളെ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ടായിരിക്കുവാനായിട്ട്. ഇവരുടെ ദേവാലയ മന്ദിരത്തിന് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. കുറേ നാളുകൂടിയാണ് ജോജോ ചേട്ടനെ കണ്ടുമുട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ജോജോ ചോദിച്ചു, ഞങ്ങൾ വീഡിയോ കോൾ വേണ്ടിയില്ല, അവനെക്കുറിച്ച് എന്തെങ്കിലും പറയുമല്ലോ. നമ്മൾ വീഡിയോ കോളിന് ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ എഴുതി പോയ എല്ലാ പരിപാടിയും അത്ര ഫ്ലോപ്പായി ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ടെങ്കിൽ പച്ച പിടിക്കാനുള്ളൂ. ഒരു പക്ഷേ ശിശുക്കളുടെ വീട്ടുകാരെ സംബന്ധിച്ചോളം ഒരു ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും. ആദ്യമായിട്ട് ഇങ്ങനെ പള്ളിയിൽ ഇത്ര സമയം വന്നിരിക്കേണ്ട, പേടിക്കേണ്ട, പ്രശ്നമുള്ള സ്ഥലം തന്നെ അങ്ങനെ ശാന്തമായിട്ടിരുന്നുള്ള ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നുകൊള്ളും. തീർച്ചയായിട്ടും പല ടെൻഷൻസൊക്കെ മനസ്സിൽ കാണാം. ഇവിടെ ഒരുപാട് ആളുകൾ ടെൻഷൻസ് മനസ്സിൽ കാണും. പക്ഷെ ആരും പേടിക്കേണ്ട. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ എന്തെങ്കിലും ചില പദ്ധതികളുണ്ട്. നമ്മൾ വഴി നടക്കും. നമ്മൾ എത്ര ശ്രമിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുകയും ചെയ്യും. ഇനി എന്ത് പറയുന്ന ആലോചിച്ചല്ലോ ബൈബിളിനെ കുറിച്ച് കാര്യമായി പറഞ്ഞ കാര്യമല്ല. പുതിയ കാര്യമായിരിക്കും. ഇന്നലെ ഇങ്ങനെ റൂമിൽ ഫോണിൽ റീൽസ് കാണാറുണ്ട്. അത് തോന്നുന്ന സമയത്താണ് ആലവാസിക എന്ന വ്യക്തിയുടെ ഒരു വൈദ്യം വായിക്കുന്ന വീഡിയോ ഉള്ളത്. അദ്ദേഹം മരിച്ചുപോയി 2018. ആ ഇടയ്ക്ക് ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്നതിന് കൊണ്ടാണ് അദ്ദേഹം പ്രസിദ്ധിയാക്കി മരിച്ചതിന് ശേഷമാണ് അപകടത്തിലാണ് മരിക്കുക. അദ്ദേഹത്തിൻ്റെ 6 വയസ്സുള്ള മകളും മരിക്കുകയുണ്ടായി. ഭാര്യ മാത്രം രക്ഷപ്പെട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കണ്ടതാണ്. അദ്ദേഹം തൻ്റെ ജീവിതാനുഭവം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കുവയ്ക്കുന്നതിനൊക്കെ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് കയറി വന്ന വ്യക്തിയാണ് മാസ്റ്റർ. അവർ കോളേജിൽ വെച്ച് പഠിക്കുന്ന സമയത്താണ് ഭാര്യയായ ലക്ഷ്മിയായി കണ്ടുകൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ അവർ പ്രണയത്തിലാകുന്നു. പക്ഷെ വീടുകളിൽ നല്ല എതിർപ്പായിരുന്നു രണ്ടുപേരുടെ വീട്ടിൽ. കാരണം ഒന്ന് കോളേജ് വളരെ കഴിഞ്ഞിട്ടുള്ളൂ, രണ്ട് പറയത്തക്ക ഒരു ഡിഗ്രി കാര്യമായിട്ട് കഴിഞ്ഞിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ അവർക്ക് കഴിയുള്ളത് ഒരു വൈദ്യനാണ്. അത്യാവശ്യം തലമുറയുടെ കാര്യം വൈദ്യനൊക്കെ നന്നായിട്ട് വായിക്കും. പക്ഷേ ഈ ഒരു ഇത് വെച്ച് വൈദ്യുതി പ്രൊഫഷൻ വെച്ച് അത്ര വച്ച് പിടിക്കാൻ സാധ്യതയില്ലാത്തൊരു കാലഘട്ടത്തിൽ 1990-കളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ വന്നാൽ എതിർപ്പായിരുന്നു.
പക്ഷേ കോളേജിൽ പഠനത്തിന് ശേഷം വീട്ടുകാരുടെ എതിർപ്പിനൊക്കെ ഒരു പരിധി വരെ മറികടന്ന് അവർ വിവാഹം കഴിക്കുകയാണ്. 2000 വിവാഹിതരാകും. 16 വർഷത്തിന് ശേഷമാണ് 12 വർഷത്തിന് ശേഷമാണ് അവർക്ക് മക്കളുണ്ടാകും. വിവാഹത്തിന് ആദ്യ നാളുകൾ വളരെ ബുദ്ധിമുട്ടേറിയത്. കാരണം ആദ്യ കൈകൾ ഡിഗ്രി കൈകൊണ്ട് ജോലി കിട്ടിയില്ല. പിന്നീട് കൈകളുള്ള വഴിയിൽ വെച്ച് അല്ലെങ്കിൽ ചില ഫ്യൂഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഓർക്കസ്ട്ര പ്രോഗ്രാംസിനൊക്കെ പോകും. മാസത്തിൽ 2-3 പ്രോഗ്രാമുകൾ കിട്ടും. അത് വെച്ച് കിട്ടുന്ന കാര്യം കിട്ടുന്ന ഒരു ഇത് വെച്ചിട്ട് വേണം ഒരു മാസത്തെ കാര്യങ്ങൾ ഓടിച്ചു തരാനാണ്. ഒരു ഇതിൻ്റെ ഭാര്യ ലക്ഷ്മിയെക്കുറിച്ച് കൂടുതലായിട്ട് പ്രകാരമായിരുന്നു. ഈ ആദ്യ നാളുകൾ വളരെ സങ്കടത്തിലൂടെ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്ന സമയത്ത് ലക്ഷ്മി ചെയ്ത കാര്യമായിരുന്നു കണക്കെടുപ്പെടുത്ത് വെച്ചത് കൃത്യമായിട്ട് വരവ് ചെലവുകൾ എഴുതിയിരിക്കും. കൃത്യമായിട്ട് വീട്ടിൽ വരുന്ന സമ്പാദ്യവും അതുപോലെ വരുന്ന ചെലവുകൾ ഓരോ മാസവും ലക്ഷ്മി കൃത്യമായിട്ട് ബാലവാസമാണ് ഓർമ്മിപ്പിക്കും. ഈ മാസം ഷോർട്ടേജിൽ ഇത്രയും ബാക്കിയുള്ളൂ, നമ്മുടെ ചെലവ് ചുരുക്കണം, അങ്ങനെ പല കാര്യങ്ങളും ലക്ഷ്മി കൂടി ഓർമ്മപ്പെടുത്തും. പക്ഷെ പതിയെ മാറ്റങ്ങളോട് ബാലവാസം ഫേമസ് ആയിട്ട് വരുന്നു. അതേപോലെ വൈകിട്ട് ഫ്യൂഷൻ പ്രോഗ്രാമുകൾ ഒരുപാട് പേര് ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ ഒരു 5-6 വർഷങ്ങളപ്പുറം വളരെ ഒരു പോപ്പുലാരിറ്റി പബ്ലിക് പേഴ്സണായിട്ട് മാറുകയാണ്. പിന്നീട് അത് ഇന്ത്യയിൽ സംബന്ധിച്ചതായിട്ടുണ്ട്. ഈ ആദ്യ നാളുകളിൽ സംഘത്തിൽ കടന്നുപോയ സമയത്ത് ചിലപ്പോഴൊക്കെ ജീവിതം അവസാനിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം പറയാണ് എൻ്റെ ഭാര്യ ലക്ഷ്മി എന്നെ ഒരുപാട് സഹായിച്ചു പറയുകയാണ്. കാരണം ജീവിതത്തിൽ പാട്ടുപൊട്ടിയ സമയങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ കരുതിയ സമയത്തൊക്കെ ലക്ഷ്മിയുടെ കരുതൽ പ്രചോദനമായിരുന്നു ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്ന ബാലഭാസ്കർ പറയുകയാണ്. ഇത് വിവാഹത്തിനായിട്ട് ജോജോ ഇതിനോട് പറയുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു കുടുംബം ഒരു വാഹനമായിട്ട് സംഘടിപ്പിച്ച് ചെയ്യുന്നത് എപ്പോഴും അപ്പന്മാരുടെ റോൾ അതിൽ ഇന്ധനം നിറയ്ക്കുന്ന റോളാണ്. ജോലിക്ക് പോകുക, പണിയെടുക്കുക, ഇന്ധനം നിറയ്ക്കുക. പക്ഷേ കുടുംബത്തിന് നല്ലൊരു പരിധി 95% കുടുംബങ്ങളുടെ ഒരു പരിധി വരെ നിയന്ത്രണം അത് ഏറ്റെടുക്കുക അത് അമ്മമാരായിരിക്കും. അമ്മമാരെ വീട്ടിൽ നിന്ന് മാത്രം സ്ട്രിക്റ്റ് ആകുന്നു, അമ്മമാരെന്ത് മാത്രം വീട്ടിൽ കരുതലുള്ളവരാകുന്നു. അതിനനുസരിച്ച് നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ വലിയ മാറ്റങ്ങൾ വരും. ജ്യോതിഷൻ്റെ വീട്ടിൽ 3 ആൺമക്കളാണ്, എൻ്റെ വീട്ടിൽ 3 ആൺമക്കളാണ്. 3 ആൺമക്കളെ ഭയങ്കര കഷ്ടപ്പാടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. അമ്മമാരെന്ത് മാത്രമൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നു, അതനുസരിച്ച് കുടുംബത്തിലേക്ക് അത് വളരെ മാറ്റം നൽകുകയും ചെയ്തു. നിങ്ങൾ ജീവിതം ആരംഭിച്ചിട്ടുള്ളൂ, എന്നെക്കാളും വലിയ അനുഭവ സമ്പത്തുള്ളവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. ഒരു പക്ഷേ ഇഷ്ടത്തിലായ നാളുകൾ റീലുകൾ പോലെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ആ റീല് ചില റീലൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാൽ ചില റീലൊക്കെ ചെയ്യാനായിട്ട് റീല് വളരെ മനോഹരമാണ്. ഞാൻ റീല് സേവ് ചെയ്യുന്ന ആൾ, റീല് ചെയ്യുന്ന വ്യക്തി, ഇൻസ്റ്റയിലിടുന്ന ആളാണ്, അത്യാവശ്യം ഫോളോവേഴ്സും. പക്ഷേ ജീവിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. ഈ റീലെല്ലാം റിയാലിറ്റി അല്ലായിരുന്നു. റീലിൽ കാണുന്ന പോലെ ജീവിക്കാൻ സാധിച്ചത് നമ്മുടെ കുടുംബങ്ങൾ വളരെ മനോഹരമായിട്ട് ജീവിതത്തിലൂടെയാണ്. ഇത് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. കാരണം വിവാഹിതമായവർ, പ്രായമായവർക്ക് റീലിനെ കുറിച്ച് അറിയില്ലെങ്കിലും ഇരിക്കുന്ന ഈ ജനറേഷനിൽ റീൽ വളരെ സുപരിചിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീലനുസരിച്ച് ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മുടെ ലൈഫൊക്കെ നമ്മുടെ കുടുംബങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നമ്മുടെ ജീവിതം കുടുംബം ഒരു സ്വർഗമായിട്ട് മാറുകയാണ്. പക്ഷെ ജീവിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും. റീൽ അതിന് വേണ്ടി പോകും, റിയാലിറ്റി അതിന് വേണ്ടി പോകും. പക്ഷെ തീർച്ചയായിട്ടും സന്തോഷവും ദുഃഖങ്ങളെല്ലാം ചേർന്ന് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷകരമായി തരും. ഒരു ചെറിയ കവിത പാടുന്നില്ലെങ്കിൽ പാട്ടത്ര വാശില്ല, ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കും. കുഞ്ഞിന് മാഷിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. പെട്ടെന്ന് സമയം ഓർമ്മ വന്നു. കണ്ണു പാടില്ല പെണ്ണിന്, കാത് പാടില്ല കാന്തന്, എങ്കിൽ ജീവിതം കാന്തമായിട്ടും ഇല്ലെങ്കിൽ ജീവിതം കുന്തമായിട്ടും. നമ്മൾ പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് കവിത വന്നതിൻ്റെ അടുത്തത് വിവരിച്ചെടുക്കുക. കണ്ണു പാടില്ല പെണ്ണിന്, നമുക്കറിയാം പെണ്ണുങ്ങളുടെ പ്രത്യേകതയാണ് എല്ലാ കുറവും കണ്ടുപിടിക്കും. അത്ര കുറവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ വേറൊരു സംഭവം ലോകത്തില്ല. ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലോ വീഡിയോസ് ഉണ്ട്. എൻ്റെ അമ്മയ്ക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് വേണ്ടി അമ്മ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ സാധനം എന്താണെന്ന് അറിയാം. കാരണം പലരും കാണിച്ചു കൊടുക്കുമ്പോഴേ ഞാൻ പല വീഡിയോസ് കാണുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മ ചില സ്ക്രീൻഷോട്ടുകളായിരിക്കും. കമൻറ്റ് ബോക്സിൽ സെക്ഷനാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കമൻറ്റ് ബോക്സ് എന്ന് പറയുക നമ്മുടെ കുടുംബശ്രീയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കമൻറ്റ് ബോക്സ്. പണ്ട് കുടുംബശ്രീ ചേച്ചിമാർ വട്ടക്കൂടി എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ നമ്മൾ പറഞ്ഞു തരും. ഇടയ്ക്ക് അമ്മ ചില സ്ക്രീൻഷോട്ടുകളായിരിക്കും. വേറൊന്നെല്ലാം വെച്ച് വീഡിയോ സ്വാഭാവികം കമൻറ്റ് ബോക്സിൽ വരുന്ന നല്ല മനോഹരമായിട്ടുള്ള പദപ്രയോഗങ്ങളിലാണ് മണി പോയി. ഞാൻ ചിരിച്ചിട്ട് ഡിലീറ്റ് കളയും. അപ്പോൾ ഇങ്ങനെ കുറവ് കണ്ടുപിടിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. ഇത്തിരി മറവുകളുടെ കൂട്ടത്തിലല്ല എന്തെങ്കിലുമൊക്കെ മറക്കണം. ഇവരുടെ ബന്ധുക്കൾക്കറിയാം. ഞാൻ അവിടെയൊക്കെ പോയാലും തിരിച്ചു രസമോ അല്ലെങ്കിൽ ചീപ്പോ എന്തെങ്കിലും മറന്നിട്ട് തിരിച്ചു വരും. പക്ഷേ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര
ഒരു ദിവസം മറന്നിട്ടില്ല. കാരണം അത് കൃത്യമായിട്ട് അമ്മ എന്നെ ഓർമ്മിപ്പിക്കും. കാരണം ഞാൻ വരുമ്പോൾ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും മറക്കും. അതുകൊണ്ട് ഞാൻ ഓരോ സാധനം വയ്ക്കുന്നത് കൃത്യമായിട്ട് അമ്മ നോക്കിയിരിക്കും. എല്ലാ കുടുംബത്തിലും വ്യത്യസ്തമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ശിശുരാജ് ജോജോ വീട്ടിലേക്ക് പുതിയ വീട്, പുതിയ ആംബിയൻസ്, പുതിയ ആൾക്കാർ, പുതിയ ബന്ധുജനങ്ങൾ. സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തിലില്ലാത്ത കുറേ കാര്യങ്ങളെ കാണും. നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ജോജോയ്ക്ക് അധികമായിട്ട് കുറേ കുറവുകൾ ശിശുരാജ് എല്ലാം കാണാൻ ചിലതെല്ലാം കണ്ടറിയില്ല. കാരണം കാണുന്നെല്ലാം പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ കടമായിട്ട് മാറും. അപ്പോൾ എല്ലാം കണ്ട് ചിലതൊക്കെ കണ്ടറിയാൻ സാധിക്കുമ്പോൾ കുടുംബം സന്തോഷം. അടുത്തത് കാത് പാടില്ല കാന്തൻ. കാന്തൻ പുരുഷനാണ്. ഈ കടലിൽ കെട്ടും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് അത് ഇങ്ങനെ എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും അമ്മമാരുടെ സ്ത്രീകളുടെ പരാതികൾ സാഹചര്യ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ കോഴികളെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് അല്ലെ മക്കളുടെയും ഭർത്താവിൻ്റെ ശരിക്കും. തീർച്ചയായിട്ടും ശശിയുടെ പരാതികൾ ഒരുപാട് പറയുന്നുണ്ടാവും. ക്ഷമയോടെ ഇതിനെല്ലാം കേൾക്കുക. ഈ കേൾക്കുന്ന എല്ലാ കാര്യത്തിലും പോകും കുറേ കണ്ടടിച്ചാൽ അങ്ങനെ പരസ്പരം എല്ലാം കാണാൻ എല്ലാം കേൾക്കാനും. എന്നാൽ ചില സമയങ്ങളിൽ കണ്ടടയ്ക്കാൻ ചിലത് കേൾക്കില്ല എന്ന് വിചാരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം കാന്ത പോലെ നല്ല കാന്തി സ്നാഗിട്ടല്ല നല്ല കാന്തി ഉള്ളതായിട്ട് മാറും. അതല്ലെങ്കിൽ മുണ്ട പോലെ മുറുകേൽപ്പിക്കുന്നതായിട്ട് മാറും. തീർച്ചയായിട്ടും ചോദ്യോസേവൻ ചേച്ചി ഒരു വിവാഹ ചിത്രം നേരിടുകയാണ്. നിങ്ങൾ ആരോഗ്യത്തിൻ്റെ ജീവിതം ഏത് സന്തോഷത്തോടെ എനിക്കിപ്പോൾ ഈ സ്നേഹത്തോടും ഈ സന്തോഷത്തോടും ഈ ദൃഢതയോടും കൂടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ തുടരാൻ നിങ്ങളുടെ സഹായങ്ങൾ ആശംസിച്ചു പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും അതിൻ്റെ ഈശോയോടുകൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. നമ്മുടെ ശാന്തിയും സമാധാനവും നടക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്താൽ അവരുടെ വളർന്നയും മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന നമ്മളെ അവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥ എന്നേക്കും ആമേൻ. വിവാഹം ഉടമ്പടിയുടെ സമയമാണ്. ചോദ്യത്തിന് ചോദ്യത്തിന് ഞാൻ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജോജോ സ്നേഹിതാവായ ദൈവത്തിന്റെ പരിപാലനയെ ആശ്രയിച്ചു തിരുസഭയുടെ നടപടി അനുസരിച്ചു സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ ശിശിരയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ശിശിര സ്നേഹിതാവായ ദൈവത്തിന്റെ പരിപാലനയെ ആശ്രയിച്ചു തിരുസഭയുടെ നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ ജോജോയെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടി അടയാളമായി പരസ്പരം കണ്ടത് സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലേക്കത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ അവിടുന്ന് നിങ്ങൾ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. സകലത്തിലേക്ക് ആദായിരിക്കും. സ്നേഹിതനാവായ ദൈവമേ, ഐക്യത്തിന് പ്രതീകമായി ധൈര്യമായ സ്നേഹത്തിൽ പൂർണ്ണമായ വിശ്വസ്തയിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാനും അങ്ങ് ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഒരു ശക്തരാകട്ടെ. ഈ താലി ഒരു വിശ്വസ്തയോടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ധന്യവാനായ ദൈവമേ, സ്നേഹത്തിൻ്റെ വിശ്വസ്ത അടയാളമായി പരസ്പരമായി മോദങ്ങളെ ആശ്രയിക്കണമേ. സകലത്തിലെയും നാഥായിരിക്കും. പ്രഭാവനത്തിൻ്റെ വസ്തുത മനുഷ്യാത്മാവിനെ ധന്യവാനായ ദൈവമേ, ഈ മന്ത്രകോടിയെ ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണത്തോടും പരസ്പര സ്നേഹത്തോടും കൂടെ ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രം ചെയ്യാൻ കൂടി യോഗ്യനാക്കണമേ. സ്നേഹനാവാരെയും ധരിക്കുന്ന ജപമാലകളെ ആസ്വദിക്കണമേ. പരിശുദ്ധമായ സംരക്ഷണത്തിൽ ഉണ്ടാകും. തോടും എനിക്ക് മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ
വിശ്വസ്തയോടുകൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം എക്കാലത്തിന് വലങ്കയിൽ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സംരക്ഷണങ്ങളിൽ നിങ്ങളെ കാണിച്ചു തീരുമാനിക്കട്ടെ. ഐക്യത്തിൽ ദിവസ ദൈവം ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്ഥിതിയും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷവും സ്വീകരിക്കുന്നതിനും ആവശ്യമായ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തെ അവരെ പങ്കാളികളാക്കുകയും ചെയ്യാൻ കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ തീരുമാനിക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യതയെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവസമ്മതമായ അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും Everybody say no, no, no. You gotta let your feelings go. The stars will always glow. Everybody say you won't stay, but I know it's gonna be okay. Our dreams won't fade away. We gotta hold on, hold on. It's us forever, us forever. Gotta hold on, hold on. Just us together, us together. Us forever, us forever. Us forever. You make me strong, make me strong. With you I'm 10 feet taller, feet taller. One love, one love. Heaven's round the corner, the corner. Everybody say no, no, no. You gotta let your feelings go. The stars will always glow. Everybody say you won't stay, but I know it's gonna be okay. Our dreams won't fade away. We gotta hold on, hold on. It's us forever, us forever. Gotta hold on, hold on. Just us together, us together. Why do we feel like everybody pulls us down? What goes around, we know it will come back around. Gotta hold on, hold on. Just us together, us together. Us forever. Maybe somewhere on the west coast, living on the ocean, with palm trees in the yard. Or maybe somewhere in the mountains, living in a cabin where life ain't all that hard. We could run away together, baby, let's get away fast. We could run away forever, baby, let's never look back. Let's leave the world behind us, a place that can't be found. Go somewhere
ഒരു ഗ്രേറ്റ് കോൺഫിഡൻസ് ജോജോയും ദീപും അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർ കപ്പിളായി 2 പ്രണയവർഗ്ഗങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടായിരിക്കുക. ഹാപ്പി അല്ലേ? യെസ്, ഹാപ്പി ആണോ? ചോദിക്കാനുള്ളതല്ലേ? യെസ്. അപ്പോൾ എന്താണ് ഒരു ക്വസ്റ്റ്യനിൽ ഇന്നത്തെ ആ ഒരു ബ്യൂട്ടിഫുൾ സർപ്രൈസ് ആയിരിക്കാൻ വിശ്വസിക്കുകയാണ്. ജോജോ, നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് സുന്ദരിക്കൊക്കെ ആയിട്ട് നമ്മുടെ ശിശിര ഒരുങ്ങി തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്താണ് ഇവൻ തന്നെയാണ് ഇന്നത്തെ എന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ശിശിരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവ് ക്വാളിറ്റി എന്താ? യെസ്, ജോജോനെ സഹിക്കാൻ പറ്റുന്ന ഒരാളെയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് പറയാ. ഈ ശിശിരനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ശിശിരയ്ക്ക് ഒരു ബ്ലഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മുടെ കല്യാണ ചടങ്ങിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇവൻ തന്നെയാണ് എന്റെ ചെക്കൻ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അൾപ്പി ഫോൺ ചെയ്തായിരുന്നു. One moment ആയിരുന്നില്ല, not like a love at first sight or anything. It was like multiple എന്താ പറയാ interactions. ഞങ്ങൾ ഒരു ഓൾമോസ്റ്റ് 6 years ആയിട്ട് ഫ്രണ്ട്സ് ആയി. അങ്ങനെ പരസ്പരമുള്ള എന്തുകൊണ്ട് ഒരു ലൈഫ് പാർട്ട്ണർ ആയിക്കൂടാ എന്നുള്ള കോൺഫിഡൻസ്. ആൻഡ് another thing that made me realize is that I am part of a big family. എനിക്ക് അച്ഛൻ, അമ്മ, 2 സിസ്റ്റർമാരെ, ചേച്ചിമാർ, it is a big family. So now I am part of the big family. Yes, thank you so much. ഒരു ഫാമിലിക്കാരായിരിക്കുന്ന ശിശിരയെ സംബന്ധിച്ച് അവിടുന്ന് വരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ കൂടി ഒരു വലിയ ഫാമിലിയുടെ പാർട്ടായിട്ടാണ് ഇപ്പോ ശിശിര ഇപ്പൊ മാറിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഒരു നല്ലൊരു കൈ കൊടുക്കാം. ഫാമിലിയിലേക്ക് ഇത് വെൽക്കം ചെയ്തിട്ടാണ് ഒഫീഷ്യലി നമ്മുടെ ശിശിര ആയിട്ടിരിക്കുകയാണ്. അതിനെ ഡിനോട്ട് ചെയ്തോട് ഒരു നല്ലൊരു വെൽക്കമിങ് ശിശിരയ്ക്ക് കൊടുക്കാൻ നന്ദി. ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സിന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല. സോ ഫാമിലി മെമ്പേഴ്സിനെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളാണ്. ഈ ലോകത്തിലെ സ്നേഹത്തിന്റെ കണക്ക് പറയുന്നതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കളാണ്. സോ അവരെ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ശിശിരയുടെ ബ്യൂട്ടിഫുൾ പാരന്റ്സ് ത്യാഗരാജൻ ആൻഡ് ഉഷാന്തി സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്കൊരു ബ്യൂട്ടിഫുൾ കൈഡി കൊടുത്തുകൊണ്ട് ത്യാഗരാജനെയും ഉഷാന്തിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജോജോയുടെ 2 ബ്യൂട്ടിഫുൾ സിബ്ലിംഗ്സ് ആണ്, ജോസഫ് ആൻഡ് ജോ.
ജോസഫിന്റെ വൈഫ് ബിൻസി, സ്വീറ്റസ്റ്റ് ബേബി ബോയ് ജോൺ. ഇവർക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, UK-യിലാണ്. എങ്കിൽ കൂടിയും ചേട്ടന്റെ എല്ലാവിധ വിഷസ് നമ്മളോടൊപ്പം ഉണ്ട്. ജോബ് ചേട്ടന്റെ വൈഫ് ടിനു, ഇവിടെ സ്വീറ്റസ്റ്റ് ബേബീസ് ഐറിൻ ആൻഡ് കാതറിൻ. എന്റെ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി അവരെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാറ്. പെൺകുട്ടികളുള്ള പിതാവിനെ സംബന്ധിച്ച് അവര് ഒരിക്കലും രാജകുമാരിയാണ് എപ്പോഴും തന്നെ. ഈ ത്യാഗരാജനെ സംബന്ധിച്ച് 2 ആൺകുട്ടികളാണ്. ഒപ്പം തന്നെ ഒരു പെൺകുട്ടി വളർന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാകുന്ന ഒരു പിതാവായിരിക്കും. ആ രാജകുമാരിയെ കയ്യിലുണ്ടായിരുന്ന രാജകുമാരിയെ ഇപ്പോ ജോജോയ്ക്ക് കൈപ്പിടിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന സുന്ദര നിമിഷമാണ്. ത്യാഗരാജനെ ഒട്ടനവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും. എന്നാൽ എന്താണ് ഇപ്പോൾ സംസാരിക്കാൻ വരുന്നത്? പുസ്തകങ്ങളൊക്കെ കാണും. പ്രധാനമായിട്ടുള്ള ലക്ഷ്യം മറ്റൊന്നെനിക്ക് പറയാനില്ല. വളരെ ഹാപ്പിയാണ്. ഇവിടെ കൂടുതൽ ആരോഗ്യ ചെയ്യുന്നെങ്കിൽ കാര്യങ്ങൾ നടത്താൻ സാധിക്കും. ആ ഒരു കാര്യമായിട്ട് പറയാനുള്ള സംബന്ധിക്കുന്ന എല്ലാവർക്കും, എല്ലാ ബന്ധുക്കളായാലും മറ്റ് സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ വരുന്ന എന്താ പറയുക രേഖപ്പെടുത്തുന്നു. അതൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. നമുക്ക് നമ്മുടെ വലിയേട്ടന്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കാം. വലിയേട്ടൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ എന്നോട് ഹെൽപ്പ് ചെയ്തില്ലാതൊക്കെ അവരുടെ ചാറ്റിയുടെ ആവശ്യമില്ല, ജെമിനിയുടെ ഹെൽപ്പ് ആവശ്യമില്ലാത്തൊരു മനുഷ്യനാണ്. എന്താണ് 2 അനിയത്തിക്കുട്ടി കൈപിടിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന സുന്ദര നിമിഷത്തിന് വലിയേട്ടന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് പറയാം. കാര്യം എൻ്റെ 10 വയസ്സുള്ള അനിയത്തിക്കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് സ്വാഭാവികമായിട്ടുണ്ടാകും. അതുമാത്രമല്ല ഞങ്ങളുടെ ഫാമിലീസിലെ ആ ജനറേഷനിലെ ഏറ്റവും ഇടയ കുട്ടിയാണ്. പിന്നെ ഇത് പറഞ്ഞാൽ ചാട്ടികളും വഴക്കുകൾ പറയുമ്പോൾ ഞങ്ങൾ അവിടെ കൊഞ്ചിച്ച് ഭക്ഷണമാക്കി എന്ന് പറയുന്നതിനേക്കാൾ അവിടെ ഞങ്ങളെ കൊഞ്ചിച്ച് ഭക്ഷണമാക്കി കുറച്ചുകൂടി ചെയ്യും. Because she has made us feel like 2 superstars at all times. ചേട്ടന്മാരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. എന്നോട് എൻ്റെ അനിയനോടും അവൾക്കൊരു സിസ്റ്റർലി കൺസേൺ അല്ല, മോർ ദാൻ ഒരു we are more like friends. And she calls me Big B. ആ ഒരു വിളിയൊക്കെ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് I feel like standing on top of the world. Thank you so much for being here. Thank you so much for being bonus. ഇത്രയും നാളും ബിഗ് ബി കളിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 2 പേരുണ്ടായിരിക്കുകയാണ്. സോ വിളിക്കുന്നുണ്ടാവില്ലേ? ഇത് ഒഫീഷ്യലായിട്ട് ഇപ്പൊ വിളിച്ചേക്കാം. അപ്പോ നമ്മുടെ എല്ലാവരും റെപ്രസെന്റ് ചെയ്താണ് നമ്മുടെ റിലേറ്റീവ് സംസാരിച്ചത്. ഒത്തിരി ഇനി വിമൽച്ചേട്ടനെ സംസാരിക്കേണ്ടതാണ് വിമൽച്ചേട്ടൻ പറയുന്നത്. കാരണം ഇച്ചിരി വികാരം പോവുകയാണ്. ഓക്കെ, വേണ്ടാതെ നമ്മുടെ കുഞ്ഞനിയത്തിക്കുട്ടിയും പറഞ്ഞു. അപ്പോൾ നമ്മുടെ തോമസ് ബോബ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഏറ്റവും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. തോമസ് ബോബയ്ക്ക് എന്താണ് സംസാരിക്കാനുള്ളത് നോക്കാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ജോബ് ചേട്ടൻ പറയുന്നത് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഫാമിലിയുടെ വക എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. എന്തിനാ ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയാൻ
ചോദ്യപ്പെട്ടവരാണെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അവന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. Jojo, welcome to family. To my brother. We welcome you to our family. But
കിഴക്കുതിച്ച് You said, don't look back and don't look down. But here I am, replaying every sound and second since you found me. All packed up, headed out. I hate to say I need you now. Here I am, turn
that I'd be fine without you. It's not true. I move but can't move on without you. I'm looking back, looking down. Hate to say I need you now. Said that I'd be fine without you. Making sure you're safe and sound. How your voice sang the songs that made me wanna live forever. All packed out, headed out. I hate to say I need you now. Here I am, turn around. One more time, I need you now. Said that I'd be fine without you. It's not true. I move but can't move on without you. I'm looking back, looking down. Hate to say I need you now. Said that I'd be fine without you.
don't care anymore. Two hearts still beating on with different rhythms. Maybe we should let this go. We've fallen apart, still we hold together. We've passed the end, still we chase forever. Guess this is all we know.